അങ്ങനെ നമ്മളിത് മെയിൻ റോഡിലെത്തിയിട്ടോ. ഇത് അമേപ്ര റോഡാണ്. അപ്പോൾ ഈ ഒരു വീട് കണ്ടോ, ഇത് ആരുടെയാണെന്നറിയോ? നമ്മുടെ ഇടുക്കിക്കാരുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ജാഫർ ഇടുക്കിൻ്റെ വീടാണ് കേട്ടോ. ഇത് ജാഫർക്കാരുടെ വീടാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഇന്ന് ഞാനും അഫിയും കൂടെ കൂടിയിട്ട് ബെൻസിതയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പം ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മറ്റേ വെച്ച് റൂമിൽ കയറി കഥ കൂട്ടിയിട്ടാണ്. അപ്പോഴേക്കും അഫി അവിടെ നിന്ന് ബഹളം തുടങ്ങി. അഫിക്ക് ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. ദേഷ്യത്തിലാണ്. ഓക്കെ, അപ്പം ഞാനിപ്പം ജസ്റ്റ് എഴുന്നേറ്റ് ഫ്രഷ് ആയതേ ഉള്ളൂ. ഇനിയിപ്പം ചായ കുടിക്കാൻ പോവാണ്. അത്യാവശ്യം രാവിലെ പോയി. പിന്നെ ഇന്നിപ്പോൾ ചായക്ക് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുക്കളയിൽ നിന്ന് പോയി നോക്കാം. എന്തൊക്കെ പറയട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലെ മുമ്പ് ടൗണിൽ പോയപ്പോൾ ചീര വാങ്ങിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് തോരൻ വെക്കാൻ. ഇത് പാവയ്ക്കുണ്ട്. ഇത് വറുത്തരച്ച് കറി വയ്ക്കാനെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് തോരനും. പിന്നെ ഇന്ന് ചായക്ക് കപ്പയാണ് കേട്ടോ. ഉണക്കക്കപ്പയും കടലയും കൂടി പുഴുങ്ങിയതാണ്. നല്ല ചൂടുണ്ട്, ആവി പറക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ ആയിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമാണ്, ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഒരു ഹെയർ ഫാൾ എന്ന് പറയുന്നത്, മുടി കൊഴിച്ചിൽ. നമുക്കറിയാമല്ലേ, നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. എൻ്റെയൊക്കെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടിച്ച് വാരി കൂട്ടിയിടില്ല. അപ്പോൾ തറയിലൊക്കെ ഇങ്ങനെ ഒരു കെട്ട് മുടിയൊക്കെ കിട്ടും. അതുപോലെ തന്നെ പില്ലോയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴൊക്കെ നോക്കുമ്പോഴത്തേക്കും പില്ലോയിൽ ഇങ്ങനെ മുടി കൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ടാകാം. എനിക്കൊന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. ഈ ബാത്റൂമിൻ്റെ സിങ്കിലൊക്കെ ഇങ്ങനെ മുടി കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടാവുമല്ലേ. അപ്പം നമുക്കൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മുടി കൊഴിച്ചിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ മുടിയൊക്കെ അത്ര ഇങ്ങനെ സൂക്ഷിച്ച് അങ്ങനെ നല്ലൊരു നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നതാണല്ലോ. പക്ഷേ ഇതിങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഈ എല്ലാ സീസണിലും ഉള്ളൊരു പ്രശ്നമാണ് ഈ പറയുന്ന മുടി കൊഴിച്ചിൽ. പക്ഷേ എനിക്കൊന്ന് മൺസൂണൊക്കെ ആകുമ്പോഴത്തേക്കും അതൊന്നുകൂടെ കൂടുമല്ലേ. ഈ മുടി കൊഴിച്ചിൽ മാത്രമല്ല, ഉള്ള മുടി തന്നെ ഇങ്ങനെ ജട പിടിക്കുക, അതുപോലെ തന്നെ കെട്ടുകൂടുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം എനിക്ക് ഒരു 99% ആൾക്കാരും ഇപ്പം വിഷമിക്കുന്ന ഒരു കാര്യം ഈ ഹെയർ ഫോൾ കണ്ടിട്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഓൺലൈനൊക്കെ സെർച്ച് ചെയ്ത് എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാരണന്മാരൊക്കെ പറയാമല്ലോ, ഈ ഒനിയൻ ജ്യൂസ്, സവാളയുടെ ഒനിയൻ ജ്യൂസ് നല്ലതാണ് മുടിക്ക്, മുടിയുടെ റൂട്ട്സൊക്കെ സ്ട്രോങ് ആവാനും മുടി കൊഴിച്ചിലൊക്കെ മാറാൻ അത് നല്ലതാണ്, മുടിക്ക് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഓർക്കുമ്പോഴത്തേക്കും ഇതെന്നും ഒനിയൻ ജ്യൂസ് ഉണ്ടാക്കുക, ഇത് തലമുടി തേച്ച് പിടിപ്പിക്കുക, പിന്നെ അതൊന്ന് വെയിറ്റ് ചെയ്യുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഭയങ്കര മടി പിടിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ സ്മെല്ല് ചിലപ്പോൾ നമുക്ക് പിടിച്ചൊന്നും വരില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മാമാഎർത്തിൻ്റെ ഒനിയൻ ഷാമ്പൂയിലേക്ക് ഞാൻ എത്തുന്നത്. മാമാഎർത്തിൻ്റെ ഒനിയൻ ഷാമ്പൂ മാത്രമല്ല, മാമാഎർത്തിൻ്റെ ഒനിയൻ കണ്ടീഷണറും കൂടി ഉണ്ട് കേട്ടോ. രണ്ടും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പം ഈ ഒരു ഒനിയൻ ഷാമ്പൂ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഒനിയനും അതുപോലെ തന്നെ പ്ലാന്റ് കെരാറ്റിനുമാണ് കേട്ടോ. അപ്പം നമുക്കറിയാലോ, മാമാഎർത്തിൻ്റെ ഒനിയൻ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യാസ് നമ്പർ 1 ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്രത്തോളം റിസൾട്ട് നമുക്ക് തരുന്നത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഷാമ്പൂ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടിയൊക്കെ നല്ല സ്ട്രോങ് ആവും, റൂട്ട്സ് നല്ല സ്ട്രോങ് ആവും. ഈ റൂട്ട്സ് സ്ട്രോങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഹെയർ ഫാൾ നല്ലോണം കുറയും. അതായത് റൂട്ട്സ് സ്ട്രോങ് ആയി കഴിയുമ്പോഴത്തേക്കും 90% ഹെയർ ഫാളും കുറയും എന്നാണ് കേട്ടോ പറയണേ. അപ്പം നല്ല
നല്ല പ്രൊഡക്റ്റാണ്, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടിയാണ്. ഈ ഒരു ഹെയർ ഫാൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇതിനൊരു പരിഹാരം ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്നവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് മാമ എർത്തിൻ്റെ ഈ ഒരു ഒനിയൻ ഷാമ്പൂ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, മറ്റേ ഒനിയൻ ജ്യൂസ് യൂസ് ചെയ്യുമ്പോൾ പോലുള്ള സ്മെല്ലിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരുന്നില്ല, നല്ല മണമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ടോക്സിൻസ് അതുപോലെ തന്നെ സൾഫേറ്റ് അതൊന്നുമില്ല. പിന്നെ പാരബൻ ഫ്രീ ആണ്. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ഒരു ഒനിയൻ ഷാമ്പൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാമ എർത്തിൻ്റെ ഒനിയൻ കണ്ടീഷണർ, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് കോക്കനട്ടും അതുപോലെ തന്നെ ഒനിയനുമാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ ഷാമ്പൂവിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് പാരബൻ അതുപോലെ തന്നെ സിൽക്കൺ ഫ്രീ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സോ ഈ 2 പ്രൊഡക്റ്റും, അതായത് ഷാമ്പൂവും കണ്ടീഷണറും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒനിയൻ ഷാമ്പൂ ആദ്യം തന്നെ കയ്യിലേക്ക് എടുക്കുക. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. പിന്നെ നല്ല സ്മെല്ലുമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെറ്റായിട്ടുള്ള ഹെയറിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം അത് കഴുകി കളയുക. പിന്നീട് നമ്മളുടെ കണ്ടീഷണർ എടുത്തിട്ട് മുടിയുടെ അറ്റത്തായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ അതും കഴുകി കളയുക. അപ്പോൾ എങ്ങനെയാണ് ഇത് വാഷ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കണ്ടല്ലോ. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മുടിയൊക്കെ കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആയ പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹെയർ ഫോളിലൊക്കെ നല്ല മാറ്റമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഒനിയനാണ് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഡെയിലി നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ റൂട്ട്സൊക്കെ നല്ല സ്ട്രോങ് ആവും. അതിലൂടെ 90% ഹെയർ ഫോൾ കുറയ്ക്കുകയും ചെയ്യുന്നു കേട്ടോ. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ ടോക്സിൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. പിന്നെ മാമ എർത്തിൻ്റെ സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അജ്മൽ 2024 എന്ന് പറഞ്ഞാൽ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ മാമ എർത്തിൻ്റെ പ്ലാൻ ഗുഡ്നസ് ഇനിഷ്യേറ്റീവിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമ്മൾ മാമ എർത്തിൻ്റെ സൈറ്റിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ 2025 ആകുമ്പോഴത്തേക്കും 1 മില്യൺ ട്രീസ് പ്ലാൻ ചെയ്തേക്കുന്നതാണ് ഇവരുടെ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാമ എർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും മാമ എർത്തിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. സോ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് ഒരുങ്ങാൻ പോവുകയാണ്. നമുക്ക് ബെൻസിത്താര അടുത്ത് പോകണം. അഫി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ബെൻസിത്താര വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അഫിക്ക് പേടിയാട്ടോ, അങ്കൻവാടി കൊണ്ടുവിടുവാന്ന് കുറേ നേരമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്കൻവാടിയിലേക്കാണോ ഉമ്മി ചോദിച്ചിട്ട് ഞായറാഴ്ച അങ്കൻവാടി തുറക്കുമല്ലോ. അപ്പം എന്തായാലും നമ്മൾ പോവാ. അപ്പോൾ നമ്മൾ നടന്നാണ് കേട്ടോ പോണേ. നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ നിന്ന് വണ്ടിക്ക് പോകാനുള്ള ദൂരമുണ്ട്. ഇവിടെ നിന്ന് ആകുമ്പോഴത്തേക്കും കുറച്ചങ്ങ് ഈ കുറുക്ക് കയറി അങ്ങ് നടന്നു പോയാൽ മതി. ഈ വഴി വലിയ പിടുത്തമില്ല. 2 പ്രാവശ്യം ഞാനിങ്ങനെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ അങ്ങ് പോവുകയാണ്. അങ്ങനെ നമ്മളിത് മെയിൻ റോഡിലെത്തിയിട്ടോ. ഇത് അമേപ്ര റോഡാണ്. അപ്പോൾ ഈ ഒരു വീട് കണ്ടോ, ഇത് ആരുടെയാണെന്നറിയോ? നമ്മുടെ ഇടുക്കിക്കാരുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ജാഫർ ഇടുക്കിൻ്റെ വീടാണ് കേട്ടോ. ഇത് ജാഫർക്കാരുടെ വീടാണ്. അപ്പം അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി പോകുന്ന ആ ഒരു റോഡിൽ നിന്ന് നോക്കിയിട്ടുണ്ട് ഈ വീട് കാണാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്കിത് ഈ വഴിയാണ് പോകേണ്ടത്. എന്ത് വെയിലാ! ഒരു കുട എടുക്കാമായിരുന്നു കേട്ടോ. അല്ലേ അഫി? നല്ല വെയിലാ അല്ലേ? അഫി തൊപ്പിയും വെച്ചില്ല. വീട്ടിലുണ്ടല്ലോ, അലമാരിലുണ്ടല്ലോ തൊപ്പി. അലമാരിലെ തൊപ്പി ഉണ്ടാ. പക്ഷേ ഇത്രയും വെയിൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇല്ലായിരുന്നു. മീനുണ്ടോ അതിന്? എന്ത്? ഞാൻ കണ്ടില്ല. ചുമ്മാ അറിയാലോ. കുളിച്ചാലോ? കുളിക്കാനൊന്നും പറ്റില്ല. വേണ്ട, പോവാ നമുക്ക്. ബാ. അഫി ഭയങ്കര എൻജോയ് ചെയ്തിട്ടാട്ടോ നടക്കണേ. കുളത്തിൽ ചാർട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുളമൊന്നും അല്ല, ഒരു ചെറിയ ഇതുപോലെ ഉണ്ട് ഇവിടെ. മീനൊക്കെ ഉണ്ട് പോലും. മീനിനൊക്കെ പിടിക്കാന്നൊക്കെ പുള്ളി പറയണേ. അല്ലേ ഫീ? അഴുക്കുണ്ടോ? അതെ അതെ, നമുക്ക് ഇറങ്ങാൻ കൊള്ളൂല അല്ലേ. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ബെൻസിത്താടെ ഉമ്മയുടെ വീട്ടിലൊന്ന് കയറി കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെയും നമ്മൾ നടക്കൽ തുടർന്നിരിക്കുകയാണ് ഗൈസ്. അഫിയാണ് എന്ത് വെയിലാണ് ഉമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്.
നല്ല വെയിലാട്ടോ. അയ്യോ അമ്മ എടുത്ത് അതിൽ കൂടെ ഉള്ളടാ, ഇതല്ലേ നേരെ പോയാൽ മതി. അങ്ങനെ നമ്മൾ വീടെത്തിരിക്കുകയാണ് അല്ല ഫി? ഇതിൽ കൂടെ പോ. അതാ പൈസ കാക്ക. അങ്ങനെ നമ്മളവിടെ പോകുമ്പോഴേക്കും അവർ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ബിരിയാണിയിലേക്ക് വേണ്ട പൈനാപ്പിൾ ചെത്തിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ജ്യൂസ് അടിച്ചു അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചില്ല, എനിക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാനതാണ് കുടിച്ചത്. പിന്നെ അഫി കുറച്ച് കുടിച്ചിട്ട് അവിടെയൊക്കെ വെച്ചു, അങ്ങനെയൊക്കെ ആയി. പിന്നെ അവൻ ഇന്നലെ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കക്കയുടെ കൂടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫൈസയാണെങ്കിലും ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഇന്നല്ലേ ഉമ്മി അഫി വന്നതെന്നാണ് ചോദിച്ചത്. അതും ചോദിച്ചിട്ട് എഴുന്നേറ്റ് വന്നതാണ് മെൻസിത്ത പറഞ്ഞത്. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെയല്ലേ കൂടുന്നത്. അവർക്കത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നു, പിന്നെ ജ്യൂസൊക്കെ കുടിച്ച്, പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റാട്ടോ, അതായത് മുറ്റത്താണ് അടുപ്പൊക്കെ കൂട്ടിയിട്ടുള്ളത്. അതായത് നമുക്ക് അവിടേക്ക് പോയി നോക്കാം. കറി ഓൾറെഡി സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ റൈസ് പുറത്താണ് വെച്ചത്. അപ്പം ഞാനിവിടെ അവിടെ ഇരുന്നു കുറേ നേരം നമ്മളവിടെ നിന്ന് സംസാരിക്കലും കുക്ക് ചെയ്യലും എല്ലാം കൂടി ഒരുമിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ഇക്കായൊക്കെ ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഇതുപോലെ ഇവർ നേരത്തെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ദം ബിരിയാണി ആക്കിയിട്ട് നമ്മളിങ്ങനെ മുൻവശത്ത് തിണ്ണയിലാണെങ്കിൽ നിരത്തി പിടിച്ച് വാഴയിലൊക്കെ വെച്ച് സെറ്റായിട്ട് ആ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇതാണ് ഓർമ്മ പോയത്. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നല്ല ദിവസങ്ങളായിരുന്നു അതൊക്കെ. അപ്പം ബിരിയാണിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദമ്മിടാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം പിള്ളേരൊക്കെ അവിടെ കളിക്കും കേട്ടോ. ഞാൻ വെറുതെ ജസ്റ്റ് മുമ്പത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം ഇവിടെ ഇരുന്നാണ്. നല്ല വെയിലാണ്, അതുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര വെയിലടിക്കുന്നുണ്ട്. വൈകുന്നേരമൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖം. പക്ഷേ ഈ സമയം ഉച്ചയാവാനായിട്ടുണ്ടല്ലോ, അപ്പം നല്ല വെയിലുണ്ട്. സോ കുട്ടികളൊക്കെ അകത്തിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ വാഴയിലയിലായതുകൊണ്ട് തന്നെ കുട്ടികൾ 3 പേരും നിലത്താണ് കേട്ടോ ഇരുന്നത്. പിന്നെ നല്ല ടേസ്റ്റായിരുന്നു. റൈസ് ആണെങ്കിലും കറി ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ കുറേ നാളുകൂടി കഴിക്കുന്നതാണ്. എനിക്ക് ഈ പ്രഗ്നൻസിയിൽ ആദ്യത്തെ ഒരു സമയത്ത് ഈ മന്തി, അതുപോലെ തന്നെ ബിരിയാണി, അൽഫാം, ഇതൊക്കെ ഒരു ഫോണിലൊരു വീഡിയോ കാണുമ്പോൾ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം ഓക്കെ ആയി. ഇപ്പം എല്ലാ ഫുഡും എങ്ങനെയാണെങ്കിലും കഴിക്കാൻ കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിലായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം TV ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇത് പുറത്തേടിയിരിക്കുകയാണ് കുറച്ച് റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ നാളുകൂടി നമ്മൾ എത്ര നാളായല്ലേ, കുറേ ആയി റീലും ഇതൊക്കെ എടുക്കാതെ, ഫോട്ടോസ് എടുക്കാതെ തന്നെ കുറേ ആയെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. അപ്പം എന്താണ് പിള്ളേർ വയറ് ഫുള്ളായിട്ടേ എന്താണ് ക്ഷീണം. പിന്നെ കുറച്ച് ഓഡിയോ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ. പിള്ളേർ കടയിൽ പോയേക്കാം, അപ്പോൾ അവർ വരുമ്പോൾ അവരെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കറക്റ്റ് നമ്മളൊന്ന് എഴുന്നേറ്റ് ഒന്ന് സെറ്റ് ആയപ്പോഴത്തേക്ക് അവന്മാർ പോയി. പിന്നെ പറയൂ എൻ്റെ പൊന്നെ, കമൻറ്റ് ബോക്സ് ബെൻസിത്താനെ കാണിച്ച് എല്ലാ വീഡിയോയിലും അത് കുറേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പണ്ട്. അതായത് പുതിയതായിട്ട് വരുന്നവരുണ്ടല്ലോ, അവർക്കറിയില്ലല്ലോ, പെട്ടെന്ന് കാണുമ്പോൾ ഇത് ആരാ എന്ന് ഓർക്കും. ആരാ ഇത്, സ്വന്തം സിസ്റ്ററാണോ കസിനാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ അതിന് മുമ്പ് റിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് അതിന്. കസിനാണ്, ഇക്കാടെ കസിനാണ്. പക്ഷേ അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ, അല്ലാതെ അങ്ങനെ ഒരു സ്വന്തം പോലെ തന്നെയാണ്. അല്ലാതെ നമുക്ക് അങ്ങനെ വേറെ കസിൻ അങ്ങനെയുള്ളൊരു ഫീലൊന്നും ഇല്ല. പ്രത്യേകിച്ച് എന്താ ഇക്കാടെ കസിനാന്നുള്ള ഒട്ടും ചിന്തയില്ല, അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. എന്താ അങ്ങനെ, അതെ സത്യം അങ്ങനെ ഓർക്കണേ. അത് നമ്മളാ പരിചയപ്പെട്ട് ആ സമയം മുതൽ അങ്ങനെ ആക്ച്വലി കല്യാണം നടന്നുകൊണ്ട് കിട്ടിയ ബന്ധുക്കളാണ്. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും അത് അന്ന് മുതൽ ഇന്ന് വരെ ഒരിക്കൽ പോലും ഫീൽ ചെയ്തിട്ടില്ല. കണ്ടിട്ട് അറിയാം, അതെ അറിയില്ലായിരുന്നു. എനിക്ക് രണ്ടുപേരും അറിയായിരുന്നു. ആ സിപ്പപ്പ് വാങ്ങിക്കാൻ പോകുന്നേട്ട പിള്ളേർ. അപ്പം എനിക്കൊരു രണ്ടുപേരും അറിയായിരുന്നു, ബെൻസിത്താനെ അളീനെ അറിയായിരുന്നു, കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ അങ്ങനെ അറിയത്തില്ലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ്. എന്നാലും കുറച്ച് നാളത്തേക്കൊന്നും അങ്ങനെ ഒരു കൂട്ടൊന്നും ഇല്ലായിരുന്നല്ലേ. പിന്നെ മൂന്നാറ്. പക്ഷെ ആ സമയത്തൊന്നും അങ്ങനെ, അതെ എന്തോ ഒരു, അപ്പം നമ്മള് പുതിയതായിട്ട് ഒരു ന്യൂ മാരീഡ് കപ്പിൾസ് അല്ലേ. അപ്പൊ ഇക്ക അതില്ല, കാരണം ഇക്ക അറിയാലോ. പക്ഷെ എനിക്കൊരു ചമ്മലൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നൊക്കെ. അതെ അതെ. പിന്നെ ആയപ്പോഴത്തേക്കും അയ്യോ, പിന്നെ ഒന്ന് എന്താ, അതെ എന്ത് കാര്യമാണേലും എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഫോൺ വെക്കുക. അവർ തന്നെ കട്ട് ചെയ്ത് കളയും. ഞങ്ങൾ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോൾ, അതായത് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എന്തോ ഓട്ടോമാറ്റിക്കലി കട്ടാവില്ല, അങ്ങനെ കട്ടാകും. എന്നിട്ട് പിന്നെയും വിളിക്കും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ അതെ. പിന്നെ റീലെടുക്കാനുള്ള ഞങ്ങളുടെ കഷ്ടപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം ഗോഡ് ഫാദർ മൂവിയിലെ ഒരു ഡയലോഗാണ്. നമ്മുടെ ജഗദീഷ് അതുപോലെ മുകേഷ് അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ എന്താണ് ഫവാസാണ് കേട്ടോ എടുത്തു തരുന്നത്. അതായത് ബെൻസിത്താര ഫോണിൽ ആ ഒരു ഓഡിയോ വെച്ചിട്ട് എൻ്റെ നോർമൽ ക്യാമറയിലാണ് ഇതെടുക്കുന്നത്. അപ്പം അതിൻ്റെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. പിന്നെ കുറേ സമയമാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 1-2 പ്രാവശ്യം എടുത്തപ്പോഴത്തേക്കും ഡയലോഗിൻ്റെ ഒരു ചെറിയ പ്രശ്നം പറ്റി. പിന്നെ അത് ഓക്കെ ആയിട്ടോ. അപ്പോഴേക്കും അഫി ചെറുതായിട്ട് അവിടെ ഒന്ന് വീണു. അപ്പോൾ പിന്നെ അവൻ്റെ കരച്ചിലും ബഹളമായിട്ട് ചെറിയതായിട്ടൊന്ന് പെയിൻറ്റ് പോയുള്ളൂ. അപ്പോൾ അവൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ ഉണ്ട് ലൈറ്റിങ്ങും ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു വീഡിയോ എടുത്തത്. പക്ഷേ അത് എടുക്കാനുള്ളൊരു കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് ആ ലൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചെടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലൊക്കെ ഇത് അതായത് ഈ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പം ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. പിന്നെ വേറൊരു മ്യൂസിക് റീലുണ്ടായിരുന്നു, അങ്ങനെ അതും എടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഫ്രണ്ട്സ് തന്നെ ഇവിടെ അവിടം വരെ നടന്നു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തേത് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.